ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് തന്നെ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആദ്യമായിട്ടാണ് നമ്മളൊരു രണ്ടാമത്തെ പാർട്ട് കൊണ്ട് ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ 3 പാർട്ടോ മറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 3 പാർട്ട് കൊണ്ട് നമ്മൾ ആ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ 4 പാർട്ടൊക്കെ ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാറ്. അപ്പം ഈ വീഡിയോ അതുകൊണ്ട് കുറച്ച് ലോങ് കൂടിയാണ്. ഈ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കുറച്ചൊന്ന് ലോങ് ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഭാഗമാണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കണ്ണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഫേസ് കുറച്ച് ചെറുതായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ A4 വരച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രോയിങ് എത്രത്തോളം നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റും എന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഫേസ് ചെറുതാകുന്നതിനനുസരിച്ച് കുറച്ചുകൂടെയൊക്കെ ഷെയ്ഡിങ്ങൊക്കെ ഒന്ന് ഒതുക്കി ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. ചിലർക്കത് ഈസി ആയിരിക്കും. പക്ഷേ ചിലർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് നല്ല മുഴുപ്പിൽ വരച്ച് കഴിഞ്ഞാൽ ആ ഡ്രോയിങ് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിക്കത്തുള്ളായിരിക്കും. അപ്പം ചിലർക്ക് ചെറുതായിട്ട് വരയ്ക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പം നിങ്ങൾ വരച്ച് തുടങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് വലിപ്പത്തിൽ വരയ്ക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഫേസ് അതായത് നമ്മൾ പേപ്പറിൽ ഫുള്ളായിട്ട് ഒരു ഫേസ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഷെയ്ഡിങ്ങിനൊക്കെ ഒരുപാട് സമയം വേണ്ടി വരും. അത് തന്നെ നമുക്ക് ഷെയ്ഡിങ്ങൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് ഏരിയാസ് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു മീഡിയം സൈസിൽ നിങ്ങൾ വരച്ച് പഠിക്കുന്നതാണ് നല്ലത്. എപ്പോഴും വരച്ച് പഠിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വലിപ്പത്തിലൊക്കെ വരച്ച് നോക്കുന്നതും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓരോ സമയത്ത് അതായത് നിങ്ങൾ വരച്ച് വരുന്നതനുസരിച്ച് നിങ്ങൾ ആ ഫേസിൻ്റെ വലിപ്പം കൂട്ടിയും കുറച്ചുമൊക്കെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. വീഡിയോ ഞാൻ ഒരുപാട് സ്പീഡിലൊന്നും അല്ല കാണിക്കുന്നത്, നോർമൽ സ്പീഡിലൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ ഡ്രസ്സിൻ്റെയൊക്കെ ആ ഭാഗം ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്തൊക്കെയാണ് കുറച്ചൊന്ന് സ്പീഡിൽ ഞാൻ കാണിക്കുന്നത്. നമുക്ക് മെയിനായിട്ട് ഫേസിൻ്റെ വരയ്ക്കുന്ന സമയത്തൊന്നും ഞാൻ ഒരുപാട് സ്പീഡിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഗ്രിഡ് ലൈൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് മായ്ക്കാണ്ട് ഒരു ചെറുതായിട്ട് കാണുന്ന രീതിയിൽ വിട്ടേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് എവിടെ വരെ ഷെയ്ഡ് ചെയ്യണം എന്നുള്ള ആ ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മളൊരു ഫേസ് വരയ്ക്കുമ്പം ഇപ്പോൾ ഈ ഒരു ഫേസിൻ്റെ എടുക്കുകയാണെങ്കിൽ ആ ഒരു കണ്ണ് തൊട്ട് താഴെ വരുന്ന കുറച്ച് ഭാഗത്തൊക്കെ ലൈറ്റ് അടിക്കുന്ന കുറച്ച് ഏരിയാസൊക്കെ വരുന്നുണ്ട്. അതുപോലെ നെറ്റിയുടെ ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും ആ ഒരു ഷെയ്ഡിങ് വളരെ ചെയ്ത് നിർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആ ഒരു ചെറിയ ലൈൻസ് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മായ്ച്ചിട്ട് വരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞ ആ ഫോട്ടോ നമുക്ക് അതേപോലെ തന്നെ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. മാക്സിമം നമുക്ക് ആ രീതിയിൽ തന്നെ ഡ്രോയിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഗ്രിഡ് ലൈൻസ് മായ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പരിധി വെച്ച് മായ്ക്കുക. പിന്നെ നിങ്ങൾ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ട് ആ ഒരു ലൈൻസ് ഫുള്ളായിട്ട് മായ്ക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം ലൈൻസിൻ്റെ ആ ഒരു ഭാഗം കവർ ചെയ്ത് ഷെയ്ഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ കവിളിൻ്റെയൊക്കെ ഈ ഭാഗം ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പം 6B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് കട്ടിക്ക് നമ്മൾ ചെയ്യുന്നില്ല. ആദ്യം ലൈറ്റായിട്ട് തന്നെ ചെയ്തിട്ട് ഒരു ലെയറായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലെയറായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഷെയ്ഡിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ലെയറായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് ഷെയ്ഡിങ് ഒരുപാട് കൂടി പോകത്തില്ല. ഷെയ്ഡിങ് ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പം ഒരു നേരത്തെ പറഞ്ഞ ഒരു ലിമിറ്റ് വെച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളാ ഒരു ഫേസ് ആ ഒരു ഫോട്ടോയിൽ നോക്കുമ്പം ആ ഒരു ഫോട്ടോയിൽ എത്രമാത്രം ഷാഡോസ് വരുന്നുണ്ടല്ലോ, എത്രമാത്രം ഷെയ്ഡിങ് അവിടെ കൊടുക്കണം എന്നുള്ള ഒരു കാര്യം കണ്ടിട്ട് വേണം നമ്മൾ ഷെയ്ഡിങ് തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇപ്പം ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ അതായത് നേരെ എതിർവശം, അതായത് നമ്മൾ ഫോട്ടോ വെച്ച് നോക്കുകയാണെങ്കിൽ വലത് സൈഡിലോട്ട് കൂടുതലും ഷാഡോസ് വരുന്ന ഭാഗങ്ങളാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ചെയ്യേണ്ട, നമ്മളത് ഷെയ്ഡിങ്ങിൻ്റെ ആ ഒരു പാർട്ട് വരുന്ന സമയത്ത് നമുക്ക് ഷെയ്ഡിങ് ചെയ്ത് തന്നെ ആ ഒരു ഫേസ് ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവിടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഫോട്ടോയിൽ എങ്ങനെയാണ് കാണുന്നത് ആ ഭാഗം അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഭാഗത്താണ് കൂടുതലും നമുക്ക് ഷെയ്ഡിങ് കുറച്ച് ചെയ്യേണ്ടി വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ നിങ്ങൾ വരച്ച് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഷെയ്ഡിങ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഷെയ്ഡിങ്ങിന് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു വീഡിയോ ഈ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ട് നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്താൽ മതി. എത്ര ഡാർക്ക്നെസ് ഉള്ള പെൻസിലാണെങ്കിലും നമ്മൾ അതിൻ്റെ ഏറ്റവും ലൈറ്റ് ഷെയ്ഡും ഏറ്റവും ഡാർക്ക് ഷെയ്ഡും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ആ ഒരു രീതിയിലുള്ള പ്രാക്ടീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാനുള്ളൊരു അതായത് നമുക്ക് ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു വീഡിയോക്കകത്ത് അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഐഡിയ ഒക്കെ കിട്ടും. പിന്നെ ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ് വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്യില്ലെന്ന് പറയാറുണ്ട്.
ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ച് പഠിക്കാൻ പറയാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു ഡ്രോയിങ് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആയി വന്നത് എനിക്ക് തോന്നുന്നു. അതിന് മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ കിട്ടുക, ഡയറക്റ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുക. പക്ഷേ ശരിയാവത്തില്ല. ആ ഒരു പേപ്പർ എന്നിട്ട് കളഞ്ഞിട്ട് അടുത്ത പേപ്പറിൽ വരയ്ക്കും, അല്ലെങ്കിൽ ആ ഒരു പേപ്പറിലെ ആ ഒരു ഡ്രോയിങ് മായ്ച്ചിട്ട് വീണ്ടും വരയ്ക്കും. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം പോകുന്നുണ്ട്. പേപ്പർ മുഷിഞ്ഞു പോകും മായ്ച്ച്, അല്ലെങ്കിൽ ഓരോ പേപ്പർ നമുക്ക് വെറുതെ വേസ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. പക്ഷേ ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്ത് പിന്നെ എനിക്ക് നല്ല രീതിയിൽ ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചു. നമ്മൾ ഈ ഒരു മെത്തേഡ് അറിഞ്ഞാൽ പോലും നമുക്ക് ആദ്യമൊക്കെ വരയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് എത്ര സെൻറ്റിമീറ്റർ എടുത്താണ് ഔട്ട്ലൈൻസ് വരയ്ക്കേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ എത്ര കോളംസ് നമുക്ക് വരയ്ക്കണമെന്ന് അറിയില്ല. അതിപ്പം A4 എങ്ങനെ വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ A3 പേപ്പറിൽ എങ്ങനെ വരയ്ക്കേണ്ടത് ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല. പിന്നെ നമ്മൾ കുറേ വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി എടുത്തിട്ട് പിന്നീട് ഞാൻ ആ ഒരു സെൻറ്റിമീറ്റർ, അതായത് നമ്മൾ ആദ്യം ഞാൻ വരച്ചുകൊണ്ടിരുന്നത് 3 സെൻറ്റിമീറ്റർ വെച്ചുകൊണ്ടായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. പിന്നെ 2.5 ആയി, പിന്നെ ഇപ്പം 2 സെൻറ്റിമീറ്റർ വെച്ചാണ് വരയ്ക്കുന്നത്. അങ്ങനെ ഓരോ ഘട്ടങ്ങളുണ്ട്. നമ്മൾ ഓരോ ഘട്ടങ്ങൾ കടന്നിട്ടാണ് നമ്മൾ ഒരു നല്ല രീതിക്കൊന്ന് ഔട്ട്ലൈൻ ചെയ്യാനും അല്ലെങ്കിൽ നല്ല രീതിക്ക് ഔട്ട്ലൈൻസ് വരയ്ക്കാനും ഞാൻ പഠിച്ചു വന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വരച്ച് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഔട്ട്ലൈൻ ചെയ്യാൻ ഇഷ്ടമെങ്കിൽ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരയ്ക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് എളുപ്പമെന്ന് തോന്നിയ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ ഔട്ട്ലൈൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് ഫേസ് വരയ്ക്കുന്ന ഒരു വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ഈ ചാനൽ തന്നെ കിടപ്പുണ്ട്, അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കേണ്ട ഒരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്, വരച്ച് നോക്കാവുന്നതാണ്. പിന്നെ കളർ പെൻസിൽ ഡ്രോയിങ് അത്യാവശ്യം നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എന്താണ്, നമ്മളും വരച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. കളർ പെൻസിൽ കൂടുതലായിട്ടും നല്ല രീതിയിൽ വരച്ചെന്നായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ കളർ പെൻസിൽ ഉപയോഗിച്ച് അത്യാവശ്യം ഒന്ന് നിങ്ങൾക്ക് വരച്ചെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം ഒരു 2-3 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, 2-3 ലൈവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം വരച്ചതെന്ന് വെച്ചാൽ ആർട്ട്ലൈൻ്റെ കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ച ഡ്രോയിങ്ങും ഉണ്ട്. പിന്നെ നമ്മൾ ബ്രിസ്റ്റോ എന്ന ബ്രാൻഡിൻ്റെ ആ ഒരു കളർ പെൻസിൽ ഉപയോഗിച്ച് വരച്ച ഡ്രോയിങ്ങും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ ഏതാണോ ആ പെൻസിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ സ്കിൻ കളറൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ആ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് കളർ പെൻസിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മളൊരു സൈഡ്, ഫേസിൻ്റെ ഒരു സൈഡ് നമ്മൾ അത്യാവശ്യം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡിലേക്കാണ് കൂടുതലും ഷെയ്ഡിങ് വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കട്ടിങ് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. അവിടെ കൂടുതലും ഞാൻ പറഞ്ഞ ഷാഡോസ് വരുന്ന ഒരു ഭാഗങ്ങളാണ്. അപ്പം നമ്മളവിടെ ഷെയ്ഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ അവിടെ കുറച്ച് ഭാഗം ഒന്ന് കാണുന്നുള്ളൂ. അവിടെ ബാക്കിയൊക്കെ കൂടുതലും ഷെയ്ഡിങ് ആണ് വരുന്നത്. അപ്പം നമുക്കത് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഡാർക്ക് ഷെയ്ഡ് ആണെന്ന് കരുതി നിങ്ങൾ ആദ്യം തന്നെ ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കല്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു ലെയറായിട്ട് ചെയ്താൽ മതി. എന്താ, നിങ്ങൾ ഗ്രേഡ് കൂടിയ പെൻസിൽ എടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ 10B പെൻസിൽ ഉപയോഗിച്ച് ഡയറക്റ്റ് തന്നെ നിങ്ങൾ ഒരുപാട് ഷെയ്ഡ് ആദ്യം തന്നെ കൊടുത്തു പോകണ്ട, ലെയറായിട്ട് തന്നെ ചെയ്യുക. പിന്നെ ആ കണ്ണിൻ്റെ ആ കുറച്ച് ഭാഗം കാണുന്ന ആ ഭാഗം ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ബാക്കി ചുറ്റുമുള്ള ഭാഗത്ത് ഷെയ്ഡ് എടുക്കുക. പിന്നെ അതുപോലെ ആ ഒരു കണ്ണിന് തൊട്ട് താഴെ തന്നെ കുറച്ചൊരു ഭാഗം വരുന്നുണ്ട്, ലൈറ്റ് അടിക്കുന്ന ഏരിയാസ് വരുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് ഷെയ്ഡ് ചെയ്യുക. പിന്നെ വരുന്ന നെറ്റിയുടെ ആ ഭാഗത്ത് നല്ല ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ആ ഒരു നെറ്റിയുടെ ആ ഭാഗത്ത് കുറച്ച് ഞരമ്പിങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ആ തലയുടെ ആ ഭാഗത്തെ ആ ഒരു നേരിലടിക്കുന്ന ആ ഒരു ഭാഗം നമ്മുടെ ആ ഒരു ഡ്രസ്സിൽ വരുന്നുണ്ട്. അപ്പം ആ ഒരു ഭാഗത്ത് നല്ല ഷെയ്ഡിങ്ങാണ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്, കുറച്ചൊന്ന് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത് 10B പെൻസിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ വർക്ക്, ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഷെയ്ഡിങ് അത് നിങ്ങളുടെ ഒരു കഴിവ് നിങ്ങൾ ചെയ്താൽ മതി. അതേപോലെ തന്നെ വരച്ചില്ലെങ്കിലും ആ ഒരു ഏകദേശം ആ ഒരു ഡ്രസ്സിലെ ആ ചുളിവും മടക്കുകളൊക്കെ ഏകദേശം അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം.
അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലെയർ നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു ഷെയ്ഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഫേസിൽ വരുന്ന അത്രയും ഭാഗത്ത് എവിടെയൊക്കെ നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ട ആ ഭാഗം നമ്മൾ ഫുള്ളായിട്ടൊന്ന് ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ കൂടെ രണ്ടാമതായിട്ട് നമ്മൾ 10B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഡാർക്ക് ഷെയ്ഡ് അവിടെ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്മളെ കണ്ണിൻ്റെ ചുറ്റുമുള്ള ഭാഗത്തും അതുപോലെ തന്നെ നെറ്റിയുടെ ആ ഒരു ഭാഗത്തും ഞാൻ നേരത്തെ പറഞ്ഞ നല്ല രീതിയിൽ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കണ്ണിൻ്റെ പിരികൊക്കെ അവിടെ ചെറുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം അത് ആ ഒരു രീതിയിൽ നമ്മൾ ആ ഫോട്ടോ എങ്ങനെയാണ് കാണുന്നത് ആ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണ്ണിൻ്റെ തൊട്ട് താഴെ വരുന്ന കുറച്ച് ലൈറ്റിംഗ് ഏരിയാസ് വരുന്നുണ്ട്. പിന്നെ ആ മൂക്കിൻ്റെ സൈഡിലോട്ടൊക്കെ നല്ല ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ കവിളിൻ്റെ ആ ഭാഗത്തോട്ടും നല്ല ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ നമ്മൾക്ക് ഈ ഒരു പെൻസിൽ ഉപയോഗിച്ച് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് പോകുന്നതനുസരിച്ച് പേപ്പർ സ്റ്റമ്പോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഒക്കെ ഉപയോഗിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരത്തെയുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോട്ടോ നല്ല രീതിയിൽ സൂം ചെയ്ത് നോക്കിയിട്ട് ചെയ്യുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഫോട്ടോ വലിയ ക്ലാരിറ്റിയുള്ള ഫോട്ടോ അല്ല, എന്നാൽ പോലും നിങ്ങൾ മാക്സിമം ആ ഒരു ഫോട്ടോ സൂം ചെയ്തിട്ട് അതിനകത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫേസ് എവിടെ വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഷെയ്ഡ് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ചിട്ട്. പേപ്പർ സ്റ്റമ്പിൽ നിങ്ങൾക്ക് പകരം ബ്രഷോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ കോട്ടൺ ബഡ്സോ ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി മുടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പം മുടി വരയ്ക്കാൻ വേണ്ടി നമുക്ക് 8B 10B യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം 8B ഉപയോഗിച്ചൊന്ന് വരച്ച് പോയിട്ട് അതിന് മുകളിൽ രണ്ടാമത് നിങ്ങൾ 10B ഉപയോഗിച്ചിട്ട് വരച്ച് പോവുക. അപ്പം 10B ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും നല്ല ഡാർക്കായിട്ട് വരുന്ന ഭാഗത്തൊക്കെ 10B നല്ല രീതിയിൽ തന്നെ ചെയ്യുക. അതായത് നമ്മളൊരു ലെയർ ചെയ്ത് അതിന് മുകളിൽ കൂടെ വീണ്ടും വീണ്ടും വരയ്ക്കുക. ആ ഒരു കറുപ്പ് എത്രത്തോളം അവിടെ കൊണ്ടുവരാൻ സാധിക്കും അത്രത്തോളം നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ തവണയും പെൻസിൽ ഷാർപ്പനിങ് തന്നെ യൂസ് ചെയ്യുക. മുടി വരയ്ക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓരോ തവണയും പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കുക. എന്നാലേ നമുക്ക് ആ ഒരു ഓരോ മുടി ഇഴ പോലെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നേരത്തെ എൻ്റെ വീഡിയോ കണ്ട ആൾക്കാർ മനസ്സിലാവും, എങ്ങനെയാണ് വരയ്ക്കുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ എല്ലാ വീഡിയോയ്ക്കും കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കൂടുതലായിട്ടും നല്ല ഡാർക്ക് ഷെയ്ഡ് വരേണ്ട ഭാഗമാണ്. അതുപോലെ തന്നെ മുടി നമുക്ക് നല്ല രീതിയിൽ കട്ടിക്ക് വരയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കുറേയൊക്കെ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് അവിടെ കൊണ്ടുവരിക. മുടി വരയ്ക്കുന്ന സമയത്തും അതുപോലെ ആ ഒരു ഭാഗത്ത് ഷെയ്ഡ് ചെയ്യുന്ന സമയത്തുമൊക്കെ നല്ല രീതിയിൽ തന്നെ ഡാർക്കായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇനി കുറച്ച് വരച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാവുന്നുള്ളൂ. എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. അതുപോലെ തന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയെ പറ്റുമെങ്കിൽ ഒന്ന് അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വരച്ച ഡ്രോയിങ്ങിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാനും ഡ്രോയിങ് പഠിച്ച ഒരാളൊന്നുമല്ല. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട് വരയ്ക്കുന്നവരെ തന്നെ ഞാനും ഓരോ ട്യൂട്ടോറിയൽ വീഡിയോസ് കണ്ടിട്ടാണ് ഞാനും അത്യാവശ്യം ഇത്രയൊക്കെ ഒന്ന് വരയ്ക്കാറായത്. എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഞാൻ വരച്ച് പോകുന്ന ഒപ്പം തന്നെ നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുകയും കൂടെ ചെയ്യുന്നതാണ്.
അപ്പോൾ നമ്മൾ കൈയുടെ ഒക്കെ ഭാഗങ്ങൾ വരച്ചിട്ട് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു പാടുമില്ല. മിക്കവർക്കും കൈ വരയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണെന്നിങ്ങനെ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ്. നമുക്ക് ഫേസൊക്കെ വരയ്ക്കുന്ന അല്ലെങ്കിൽ ഫേസൊക്കെ വരച്ച് ഷെയ്ഡ് ചെയ്യുന്ന അത്രയും പോലും പാടില്ല നമുക്ക് കൈ വരച്ചെടുക്കാനായിട്ട്. അപ്പം ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ആ ഒരു ലെയർ പോലെ വരുന്നത്, അതായത് നമ്മൾ ആ ഷെയ്ഡിങ് കൂടുതലായിട്ടും കട്ടിക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ടും ഡാർക്ക്നെസ് കൂടിയ പെൻസിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഫുള്ളായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ കൈയുടെ ഭാഗത്താണെങ്കിൽ പോലും അവിടെയും കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഏരിയാസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ചെയ്ത് പോകുന്നതാണ്. അപ്പം ഈസിയായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കൈയൊക്കെ വരച്ച് ഷെയ്ഡ് ചെയ്യാവുന്നേ ഉള്ളൂ.